വിശദമായി നോക്കാം. +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ അപേക്ഷിക്കാം. ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കാത്തവർക്കും ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം ലഭിച്ചവർക്കും നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് ഹാജരാകാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ അവസരമുണ്ടാകില്ല. എസ് ശരൺ ചേരുന്നു വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ഈ അലോട്ട്മെന്റിൽ അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളൊക്കെ എങ്ങനെയാണ്? ദിവ്യ, സംസ്ഥാനത്ത് +1 സീറ്റ് ക്ഷാമം രൂക്ഷമാണെന്ന ആക്ഷേപം ശക്തമാണ്. പ്രത്യേകിച്ച് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് ശക്തമായ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകിയിരുന്നത് ഇതിന് പരിഹാരമുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് താൽക്കാലിക ബാച്ച്, മുഖ്യ വിഷയങ്ങളിൽ താൽക്കാലിക ബാച്ച് അടക്കം അനുവദിച്ചുകൊണ്ടുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായിട്ട് ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണി മുതലാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, അതായത് മുഖ്യ അലോട്ട്മെന്റുകളിൽ ഇടം പിടിക്കാത്തവർക്കും ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമായിട്ടാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രവേശന നടപടികൾക്ക് പുറത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഏകദേശം 30,000-ലധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രവേശന നടപടികൾക്ക് പുറത്താണെന്നുള്ള ആക്ഷേപം ശക്തമാണ്. ഒപ്പം തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും മുഖ്യ വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കാത്ത സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത്. ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 10 മണിയോടുകൂടിയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് ഇതുവരെയും എവിടെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസമാണല്ലേ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ്? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം അടക്കം നമുക്കറിയാം, അത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ഈ മുഖ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. മുഖ്യ അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷവും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെയാണ് ഇടം പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ആശ്വാസമാകുന്ന ഒന്നുകൂടിയാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ഏകദേശം ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് താൽക്കാലിക ബാച്ചുകൾ അടക്കം അനുവദിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട, അതായത് +1 പ്രവേശനത്തിൽ വളരെ പ്രധാനപ്പെട്ട അലോട്ട്മെന്റാണ് നടക്കാൻ പോകുന്നത്. 10 മണി മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. അനുപമയുടെ കുഞ്ഞിനെ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കുകയായിരുന്നെന്ന് പോലീസിന്റെ നിഗമനം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ഇന്നലെ കോടതി ആവശ്യപ്പെട്ടു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കില്ല. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതോ അമ്മയുടെ സമ്മതത്തോടെ നൽകുകയായിരുന്നു എന്നതാണ് കുടുംബ കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനെ കോടതി പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പോലീസ് ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയാണ് എന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മറുപടി. നിലവിൽ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ജഗതി വരെ കുഞ്ഞിനൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് അനുപമയുടെ മൊഴി. അതിനുശേഷം അച്ഛൻ ജയചന്ദ്രൻ കുഞ്ഞുമായി പോയെന്നും അനുപമ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ മകളുടെ സമ്മതത്തോടെയാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിച്ചതെന്നാണ് ജയചന്ദ്രന്റെ വാദം. അനുപമ ഇപ്പൊ പറയുന്നതെല്ലാം പൂർണ്ണമായ കള്ളങ്ങളുമാണ്. സത്യം എന്നുള്ളൊരു കാര്യം അനുപമ പറയുന്നതേ ഇല്ല. ഇപ്പോ അസത്യങ്ങളുണ്ട്, അർദ്ധസത്യങ്ങളുമുണ്ട്. അപ്പോ ഇതെല്ലാം ദുരൂഹമാണ്. 1 മാസം കഴിഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ പോകുന്നു. അവര് പിറ്റേ ദിവസം വരാൻ പറയുന്നു. പിറ്റേ ദിവസം ഹർത്താലായതുകൊണ്ട് പോയില്ല എന്ന് അനുപമ പറയുന്നു. പിന്നെ അതിനുശേഷം അനുപമ പോകുന്നത് ആഗസ്റ്റിലാണ് കുട്ടിയെ അന്വേഷിച്ചത്. ഈ 4 മാസത്തെ അല്ലെങ്കിൽ 5 മാസത്തെ അജ്ഞാതവാസമായിരുന്നു. ഇതെല്ലാം ഒരു പുതിയ നിയമ സംവിധാനം അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനം അന്വേഷിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എന്നിവരോട് ആവശ്യപ്പെട്ട വിവരങ്ങൾ ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മയുടെ അനുമതിയില്ലാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അനുപമയുടെ കുഞ്ഞിനെ മാറ്റിയതും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഇടപെടലും സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. അടിയന്തര പ്രമേയ നോട്ടീസായി വിഷയം സഭയിൽ ഉന്നയിക്കും. കെ രമ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടും. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിലുണ്ടാകും. വി എസ് അനു ചേരുകയാണ്.
വിശദാംശങ്ങളുമായി അനുപമയുടെ കുഞ്ഞിനെ ദത്ത് നൽകിയ വിഷയം ഏത് രീതിയിൽ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും, എന്താണ് വിവരങ്ങൾ? ദിവ്യ, അനുപമ വിഷയം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതിന് അനുമതി തേടിക്കൊണ്ട് സ്പീക്കർക്ക് കെ രമ കത്ത് നൽകുകയും ചെയ്തു. കാരണം ഈ 3 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അമ്മയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ CWCയും അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയും പോലീസും ഒത്തുകളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇക്കാര്യത്തിൽ CPM ജില്ലാ നേതൃത്വത്തിന്റെ അടക്കം പിന്തുണ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അനുപമയുടെ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിനൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടാനും പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. കാരണം PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ ഖേദമുണ്ട്, കാരണം ഇത് വിഷമമുണ്ട് എന്ന് അടക്കം പറയുന്നുണ്ടെങ്കിലും ജില്ലാ നേതൃത്വം ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കണ്ടത്. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് കുടുംബത്തിനോട് കാണിച്ചില്ല എന്ന അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഈ വിഷയം 10 മണിക്ക് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായും കെ രമ അവതരിപ്പിക്കും. ശരി, VS അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. അമ്മയറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ തിരുത്തൽ നടപടികൾ തുടങ്ങിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമപരമായി എല്ലാം മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. I believe that if anything has happened which goes against the grain of the law, then what I have heard is that the process of correction has already started. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയും മഴ തുടർന്നേക്കും. നാളെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റന്നാൾ മുതൽ മഴ കുറയുമെന്നാണ് പ്രവചനം. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ചക്രവാത ചുഴി രൂപപ്പെടുമെന്നും ഇത് ന്യൂനമർദ്ദമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം ഇന്ന് വണ്ടിപ്പെരിയാറിൽ ചേരും. ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ആലോചിക്കുന്നതിനായാണ് യോഗം ചേരുന്നത്. 137.6 അടിയാണ് നിലവിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട്. ഡാമിലേക്കുള്ള നീരൊഴുക്കിൽ കാര്യമായ വർധനവുണ്ടായി. വൈഗ അണക്കെട്ടിലേക്ക് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലനിരപ്പ് ഉയരുകയാണ്. ജലനിരപ്പ് 138 അടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി. 142 അടിയാണ് അനുവദനീയമായ പരമാവധി സംഭരണശേഷി. 138 അടിയിലെത്തുമ്പോൾ തമിഴ്നാട് രണ്ടാം അറിയിപ്പ് നൽകും. അടിയന്തര സാഹചര്യം മുൻനിർത്തി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IASന്റെ അധ്യക്ഷതയിൽ രാവിലെ 11-ന് വണ്ടിപ്പെരിയാറിൽ പ്രത്യേക യോഗം ചേരും. തീരദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ, ക്യാമ്പുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. വണ്ടിപ്പെരിയാർ, അയ്യപ്പൻകോവിൽ, ഏലപ്പാറ, ഉപ്പുതറ പഞ്ചായത്തുകളിലായി 900ഓളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ കെട്ടിടങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ ചേരുന്ന യോഗത്തിൽ റവന്യൂ, പഞ്ചായത്ത്, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ന്യൂസ് 18 ഇടുക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിലെ ഡാമിന് കാലപ്പഴക്കമുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും കേരളവും തമിഴ്നാടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. We should always hope for amicable solution. Even if the things are not very favorable, even then we should hope we should always keep a positive mindset, positive attitude. Then I'm certain that something good will come out of that. That the dam is very old, so something new needs to be done. But how to reach an amicable settlement, that is something on which people are working in the matter. Whenever there is any water dispute, then the judiciary is also involved. മന്ത്രി MV ഗോവിന്ദനും CPM നേതാവ് EP ജയരാജനും കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ടാം തവണയാണ് EP ജയരാജന് കോവിഡ് ബാധിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഇരുവരും കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത്. ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പത്തനംതിട്ടയിൽ പമ്പാ നദിയിലൂടെ കുട്ടിയാനയുടെ ജഡം ഒഴുകിയെത്തി. പമ്പാവാലി മൂലക്കയത്താണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് ജഡം നദിയിലൂടെ ഒഴുകിയെത്തുന്നത് നാട്ടുകാർ കണ്ടത്. വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശക്തമായ മഴയിൽ കാട്ടാന നദിയിൽ അകപ്പെട്ടതാകാമെന്നാണ് നിഗമനം.
സംസ്ഥാനത്ത് ആദ്യമായി ഒരു കേസിലെ എല്ലാ പ്രതികൾക്കും കുറ്റപത്രം പെൻഡ്രൈവിലാക്കി നൽകുന്നു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ പ്രതിസ്ഥാനത്തുള്ള 52 പേർക്കാണ് പെൻഡ്രൈവിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകുന്നത്. കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന് 10,000-ലധികം പേജുകളാണ് ഉണ്ടായിരുന്നത്. കേസിലെ മുഴുവൻ പ്രതികൾക്കും കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകണമെങ്കിൽ 5.5 ലക്ഷത്തോളം പേജുകൾ വേണ്ടിവരും. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇക്കാര്യത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് പെൻഡ്രൈവിൽ പകർപ്പ് നൽകാൻ പരവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ പ്രതികൾക്ക് പകർപ്പ് നൽകുന്നത്. 1658 സാക്ഷികളും 450 തൊണ്ടിമുതലുകളും 1800 രേഖകളും നിരവധി ഫോറൻസിക് റിപ്പോർട്ടുകൾ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, വൂണ്ട് സർട്ടിഫിക്കറ്റുകൾ, ഇതിൻ്റെ എല്ലാം ബാഹുല്യം പരിഗണിച്ചിട്ടാണ് ഇത് മാനുവലായി കൊടുക്കുന്നതിന് പകരം പെൻഡ്രൈവിലാക്കി കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രതി കടലാസ് പകർപ്പ് ആവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച 110 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇത്ര തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ, 1658 സാക്ഷിമൊഴികൾ, 750 പരിക്ക് സർട്ടിഫിക്കറ്റുകൾ, 448 തൊണ്ടിമുതലുകൾ, സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള സെൻട്രൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് തുടങ്ങിയവയെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി കുറ്റപത്രത്തിന്റെ പെൻഡ്രൈവ് പകർപ്പ് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. മുസ്ലിം ലീഗ് സെക്രട്ടറി PMA സലാം ബഹിഷ്കരിച്ച പരിപാടിയിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് ഹരിത മുൻ ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീറ. പെൺകുട്ടികൾ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാകണമെന്ന് നജ്മ തബ്ഷീറ പറഞ്ഞു. PMA സലാമിന് പുറമെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരിത നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. MSF തിരൂരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കോൺഫറൻസിലാണ് ഹരിത മുൻ ജനറൽ സെക്രട്ടറി സ്ത്രീപക്ഷ രാഷ്ട്രീയം വിശദീകരിച്ചത്. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസം നേടാൻ പറഞ്ഞത് അവകാശബോധമുള്ള പെൺകുട്ടികളായി വളരാനാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുൻപാകെ സ്ത്രീകൾക്ക് പരാതിപ്പെടാനും അഭിപ്രായം പറയാനും കഴിഞ്ഞിരുന്നു. CD സാഹിബും CHും 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായി ഇറങ്ങണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് ബന്ധിതമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പണം തരാം, നിങ്ങൾ വന്ന് പഠിക്കൂ എന്ന് പറയുമ്പോൾ, MSFന്റെ ഏത് വേദിയിലും ചെന്നുകൊണ്ട് ആൺകുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങളെ പെങ്ങന്മാരെ കൂടി നിങ്ങൾ പഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആരെ കണ്ടാലും അഭിപ്രായം പറയാൻ മടിക്കാത്ത, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് സധൈര്യം അവരുടെ പ്രശ്നങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ പറയാനും ധൈര്യമുണ്ടായിരുന്ന, അതിലും മികച്ചൊരു നേതാവുണ്ടോ? സ്വന്തമായി കച്ചവടം നടത്തിയ പ്രവാചക പത്നി ഖദീജ ബീവിയും യുദ്ധം നയിച്ച ആയിഷ ബീവിയുമാണ് മാതൃക. 1930കളിൽ കേരളത്തിൽ പത്രാധിപയായിരുന്ന ഹലീമ ബീവി മുസ്ലിം ലീഗ് താലൂക്ക് സെക്രട്ടറി ആയിരുന്നുവെന്നും നജ്മ തബ്ഷീറ ഓർമ്മിപ്പിച്ചു. ഹലീമ ബീവി 2-3 പത്രങ്ങളുടെ പത്രാധിപയായിരുന്നു. ഹലീമ ബീവി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹലീമ ബീവിയുടെ പത്രത്തിൽ രചനകൾ കൊടുക്കുന്ന സഹപത്രാധിപരോ അല്ലെങ്കിൽ സഹപ്രവർത്തകനോ ആയിട്ടുള്ള ഒരാൾ മാത്രമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരിത്രത്തിൽ പോലും നമ്മൾ ഹലീമ ബീവിയെ കേൾക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ ചരിത്രം മായ്ച്ചു കളഞ്ഞതാണ്. അതിങ്ങനെ ചൂഴ്ന്നെടുക്കേണ്ടത് നമ്മളാ. ഈ ഹലീമ ബീവി ആരായിരുന്നു എന്ന് കൂടി അവരുടെ ചരിത്രത്തിലുണ്ട്. അവർ മുസ്ലിം ലീഗിന്റെ തിരുവല്ല താലൂക്ക് സെക്രട്ടറി കൂടിയായിരുന്നു. മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന് പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും നജ്മ തബ്ഷീറ പങ്കെടുക്കുമെന്ന് വ്യക്തമായതോടെ പിന്മാറി. ലീഗ് നേതൃത്വം പുതുതായി തെരഞ്ഞെടുത്ത ഹരിത നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. MSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഫാത്തിമ തഹ്ലിയയും നേതൃത്വത്തിനെതിരെ വിമർശനമുയർത്തിയിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. 14 മാസത്തെ ദുരിതത്തിന് ശേഷം 12 ഇന്ത്യക്കാർ സൗദി അറേബ്യയിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങി. റിയാദിലെയും അബഹയിലെയും നാടുകടത്തൽ കേന്ദ്രത്തിലെ യാതനകൾക്ക് ശേഷമാണ് ഇവരുടെ മടക്കം. 1 വർഷത്തോളം ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സ്പോൺസറുമായി വഴക്കിട്ടതോടെയാണ് ഇവർ അറസ്റ്റിലായത്. 7 ഉത്തർപ്രദേശ് സ്വദേശികളും 5 പശ്ചിമ ബംഗാളുകാരുമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. OICC സൗദി ദക്ഷിണ മേഖലാ കമ്മിറ്റി അധ്യക്ഷനും സാമൂഹിക പ്രവർത്തകനുമായ അഷ്റഫ് കുറ്റിച്ചലിന്റെ ഇടപെടലുകളെ തുടർന്നാണ് ഇവരുടെ മോചനം സാധ്യമായത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നികുതി വെട്ടിപ്പിൽ മുഖ്യപ്രതി അറസ്റ്റിലായത് നേമം സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ശാന്തിയാണ്. VS അനു ചേരുകയാണ്. വിശദാംശങ്ങൾ, എപ്പോഴായിരുന്നു അറസ്റ്റ്?
ദിവ്യ, നേമം സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ശാന്തിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി തട്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥയാണ്. ഈ കേസിലെ രണ്ടാം പ്രതിയാണ്. നിയമ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയാണ്. ഈ ശാന്തിയെ രക്ഷിക്കുന്നു. ആ രക്ഷിക്കുന്നതിന് ഒരു മന്ത്രി വരെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് BJP ഉയർത്തുന്ന, BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, UDF ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ടാണ് ഇത്രയും കാലമായി ശാന്തി അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തത് എന്ന് അടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായിരുന്നാലും ഈ കേസിൽ പ്രതികളെ പ്രധാന പ്രതിയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തങ്ങളുടെ സമരത്തിന്റെ രാഷ്ട്രീയ വിജയമാണ് ഇത് എന്നുള്ളതാണ് BJP നേതാക്കളുടെ ആദ്യ പ്രതികരണം. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷും സംസാരിച്ചപ്പോൾ പറയുന്നത് അവരുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിജയമായി ഈ അറസ്റ്റ് കാണണം. കാരണം വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥ, വലിയ CPM-ന്റെ അടുത്ത അനുഭാവി, അവരുടെ ജീവനക്കാർക്കിടയിലൊക്കെ വലിയ സ്വാധീനമുള്ള വ്യക്തി, അവരെ ഇത്രയും കാലം AK സെന്ററിലാണ് ഒളിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ BJP-യുടെ സമരം വിജയം കണ്ടു എന്നൊരു നിലപാട് കൂടി അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായിരുന്നാലും തിരുവനന്തപുരം നികുതി തട്ടിപ്പ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. VS അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള കാർട്ടൂൺ അക്കാദമി ഓൺലൈൻ കാർട്ടൂൺ പ്രദർശനം തുടങ്ങി. സ്ട്രേറ്റ് കർവ് എന്ന പേരിൽ കേരളത്തിലെ 50ഓളം കാർട്ടൂണിസ്റ്റുകളുടെ ഓൺലൈൻ കാർട്ടൂൺ കാരിക്കേച്ചർ പ്രദർശനമാണ് ആരംഭിച്ചത്. ധനകാര്യമന്ത്രിയും കാർട്ടൂണിസ്റ്റുമായ KN ബാലഗോപാൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രദർശനത്തിൽ മന്ത്രി വരച്ച കാർട്ടൂണുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് ഷോയുടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.